ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മസാല ആണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുള്ള മീനാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 750 ഗ്രാം മീനിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ടിരിക്കും. മീനിൻ്റെ മേലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. മീനിലെല്ലാം ഒരു ചെറിയ നനവുണ്ടാവും. ആ ഒരു നനവിലാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഈ ഒരു പൊടി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആ മസാല മീനിലാവുന്ന രീതിയിൽ തന്നെ ഒന്ന് തേക്കാം. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം നമ്മളൊരു 15 മിനിറ്റ് എങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് നേരം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ചെറിയൊരു ബോൾ പുളി കേട്ടോ, നമ്മുടെ കറിക്കൊക്കെ ഉള്ള പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എരിവ് ഉണ്ടാവില്ല, പക്ഷേ നല്ല ഒരു കളറായിരിക്കും കിട്ടുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും. നമ്മൾ 1/4 കപ്പ് മാത്രമാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. പാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പാനിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ പീസസ് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഏകദേശം ഒരു 90% കുക്കായിട്ട് കിട്ടണം കേട്ടോ. ഒരുപാട് അങ്ങനെ ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും നമ്മളിത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 90% മാത്രം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾ പൊടിയാതെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ മീനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ട് ഒരുപാട് സമയം വഴറ്റണ്ട കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാത്രം ഒന്ന് പോയി കിട്ടുന്നവരേക്കും വഴറ്റി കൊടുത്താൽ മതിയാവും. കളറൊന്നും അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഞാനിതാ ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നപ്പോൾ തന്നെ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ചുവന്നുള്ളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 1/2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ബാക്കി ചേർക്കാം.
ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ ഒരുമിച്ച് എടുക്കുന്ന റെസിപ്പി ആകുമ്പോൾ തന്നെ അതിൽ പിന്നെ പച്ചമുളക് ഞാൻ സ്കിപ്പ് ചെയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ടൊരു വലിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തക്കാളി എടുക്കുന്ന സമയത്ത് കുറച്ച് വലുതെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മസാലയുടെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി നമുക്ക് ചേർത്തിട്ട് തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വരണം. അതുപോലെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു തക്കാളി കൂടെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതാ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പുളിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പുളിൻ്റെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു 1-2 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പിനേക്കാളും കുറച്ചിട്ട്, അതായത് ഒരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ മസാലയിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ മസാലയുടെ മേലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് 1 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വേവിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ 1 മിനിറ്റ് നേരം കൂടെ വേവിച്ച് എടുത്താൽ നമ്മുടെ ഈ ഒരു ഡിഷ് റെഡിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% നമ്മൾ മീൻ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും നമ്മൾ 2 മിനിറ്റ് കൂടെ വേവിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഇതാ 1 മിനിറ്റ് കൂടെ മീൻ വീണ്ടും വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമുക്കിത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സൈഡ് ഡിഷ് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കറിയായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ പുളിയുടെ വെള്ളം കലക്കിയ സമയത്ത് കൂടുതൽ അതെടുത്തിട്ട് കലക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.